അച്ഛാ ഗോപികൃഷ്ണ കണ്ണപ്പമാവ വന്നിരിക്കണോ വന്നിരിക്കണോ. അതെ ഒരവതാരമാ. കിട്ടില്ലെന്ന് പറഞ്ഞ ഇന്ത്യൻ സിനിമ അല്ല ലോക സിനിമയിൽ ഇത് കാണകത്ത വയലൻസ്. നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ? ആരുടെ പടം പിടുത്തം കൊള്ളാമല്ലടാ. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. മലയാള സിനിമ ഇനി ഒരു വയലൻസ് ഉള്ള പടം ഇനി കാണത്തില്ല, ഇനി ഇറങ്ങത്തില്ല ഇങ്ങനെ പടം. സെക്കൻഡ് ഹാഫ് എന്റെ പൊന്നെണ്ണ മേമിലും അന്യ വയലൻസ് സീനുണ്ട്, അടിപൊളി സീനാ പടങ്ങള്. സാറിന് ഉറപ്പുണ്ടോ അവരെന്റെ ശത്രുക്കളാണ്? അവസാനത്തെ ഒരു ഫൈറ്റ് സീൻ കണ്ടിരിക്കാൻ പറ്റത്തില്ല. അവൾ വിചാരിക്കും നെടുന്നുള്ള ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് കുളമാക്കും. ഇത് വെറുതെ തോക്കും കൊണ്ട് കയ്യിലെടുത്തിട്ട് 3 വെടിയും വെച്ചിട്ട് ഇങ്ങനെ ഊതിയിട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ ഒരു തിരിയൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ പറയത്തില്ല എന്താ അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ്? അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ച് കയറുകയാണ്. ഇതിലെ ആക്ഷൻ സീക്വൻസ് ഏത് ഇന്റർനാഷണൽ ഫിലിമിനോടും കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസുകളായിരിക്കും ഇതിനകത്തുണ്ടാവുക. അതിലെ പ്രേക്ഷകർക്ക് ഒരു കാരണവശാലും നിരാശപ്പെടേണ്ടി വരില്ല. ചേട്ടാ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ര ഒരിക്കലും പ്രതീക്ഷയില്ല. കാര്യം വെച്ചാൽ ഉണ്ണിമൂന്നന്റെ ലുക്ക് സാഗ് ചോര വെച്ച് കുളിക്കും അതിനകത്ത്. കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. അതിഗംഭീരമായ ആക്ഷനാണ്. മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആക്ഷനാണ്. അടിക്കടി വെട്ടിന് വെട്ട് കുത്തിന് കുത്ത് തലയ്ക്ക് തല കൈക്ക് കൈ കാലിന് കാൽ. ഈ പൊള്ളി എന്നെ തകർത്തയാൾ. പറഞ്ഞു കേട്ടതിലും ഗംഭീരം അത്യുഗ്രൻ. നോക്കിയടാ രോമം എഴുന്നേക്കുന്നത്. അന്യായം അണ്ണാ അന്യായം. മരണമാസാണ് വേറെ ലെവലടാ നീ. കഴിക്കുമോനെ, നല്ല ക്ഷീണം കാണും. എന്ത് ക്ഷീണം? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാറിന്റെ സ്റ്റാർമിന. 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.